ഹാപ്പി നിർമ്മൽ ഡെലിവറിംഗ് ഹാപ്പിനെസ് പ്രസൻസ് ചക്കം പക്കത്തിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചക്കം പക്കത്തിൽ എന്നോടൊപ്പം കളിക്കാനുള്ളത് രക്ഷ രാജാണ്. ഹലോ രക്ഷ. ഹായ്. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കും. ചക്കം എന്ന് പറയുന്നതാണ് ചോദ്യങ്ങൾ, പക്കം എന്ന് പറയുന്നത് ടാസ്കുകളാണ്. അതായത് ചക്കത്തിലെ ഓരോ ചോദ്യത്തിനും ഞാൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ രക്ഷയ്ക്ക് തോന്നുന്നത് യെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെണ്ടയിൽ കൊട്ടാം. ഓക്കെ, അപ്പോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയുന്ന ആൻസർ ചക്കെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ല, ചക്കം ക്വസ്റ്റ്യൻസ്, പക്കം ആൻസേഴ്സ് അല്ല, ടാസ്ക്. ഇപ്പൊ ഏതെങ്കിലും ഞാൻ ചോദ്യത്തിന് ഉത്തരം നോ ആണെന്ന് വെച്ചോ, അപ്പൊ ഞാൻ ഓരോ ടാസ്കുകൾ തരും. ആ ടാസ്കുകളാണ് പക്കത്തിലേക്ക് പോകുന്നത്. കൂടുതലായിട്ട് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട, നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ കേട്ട് പോവാം. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ എല്ലാം ക്ലിയർ ആവും. ചക്കത്തിലെ ആദ്യത്തെ ചോദ്യം, അപ്പു ജാനകി പ്രേക്ഷകരിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെന്നത് അപ്പു തന്നെയാണ്. എന്താ തോന്നുന്നേ? അത് യെസ് ആണേ മുട്ടണം. ആണോ? ആണ്. ഒരു എനർജി ഒന്നും ഇല്ലല്ലോ. അതെ, ആ എനർജി വരട്ടെ. ആണോ? ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നു. അപ്പൂനിലെ ആ ഒരു ലെവലിലേക്ക് ജാനകിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയിട്ടില്ല. ഞാൻ എത്ര വേണമെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഗുരുവായൂർ പോയപ്പോ, അങ്ങനെ ഇനോഗ്രേഷന് പോയപ്പോ എല്ലായിടത്തിലും വന്നിട്ട് അപ്പമോളെ ഞങ്ങള് ജാനകി കാണാറുണ്ട് കേട്ടോ തന്നെ വിളിക്കുന്നത്. ജാനകി എന്നല്ല കൂടുതൽ വിളിക്കുന്നത്, അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പൊ ആൾക്കാര് ഓരോ കഥാപാത്രത്തിന്റെ ആ ഒരു റീച്ചാണ് അവരങ്ങനെ നമ്മളെ വിളിക്കുന്നതിലൂടെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ അപ്പു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ നമുക്കതൊരു വല്ലാത്തൊരു നമുക്ക് സന്തോഷം തോന്നും നമ്മളെ അങ്ങനെ വിളിക്കുമ്പോ. അപ്പൊ ഇപ്പൊ കൂടുതൽ ഇഷ്ടം ഡൽഹിയിൽ നിന്നും രക്ഷയിലേക്ക് മാറി, ആ രക്ഷയിൽ നിന്നും അപ്പുവിലേക്ക് മാറി, ഇപ്പൊ ജാനകിലേക്ക് പോവാണ്. പക്ഷെ അപ്പു ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്ട് ഉണ്ട്. ആ ഇമ്പാക്റ്റിലൂടെയാണ് ഇന്നിപ്പോ രക്ഷയും ജാനകിയും എല്ലാം നിൽക്കുന്നത്. അപ്പൊ ഇന്നിനിപ്പോ ഞാൻ പേര് മാറ്റി അപർണന്നോ അപ്പുന്നോ വിളിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ അതിനോട് താല്പര്യമുണ്ടോ? എന്നെ എല്ലാവരും അപ്പൂന്ന് വിളിക്കാറ് അധിക പേരും. എന്നിട്ട് മോളെ രക്ഷ എന്ന പേരെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾ അപ്പൂന്നേ വിളിക്കുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഞാൻ ചെയ്തൊരു ക്യാരക്ടറാണ്, കാരണം അത്രയും ഒരു റീച്ച് ഉണ്ടായ ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ആ ക്യാരക്ടർ വിളിക്കുമ്പോൾ സന്തോഷം തന്നെയാണ്, അല്ലാതെ ഇന്ന് തന്നെ വിളിക്കണം എന്ന് പറയില്ല. കാരണം അപ്പൂൽ നിന്നാണല്ലോ ഇങ്ങോട്ട് ചേഞ്ച് വന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മൈൽ സ്റ്റോണിന്റെ അപ്പൂൽ നിന്നാണ്. ഞങ്ങളുടെ മൈൽ സ്റ്റോണിന്റെ അപ്പൂസ് വിളിച്ചുകൊണ്ടാണ് ഈ അപ്പു ഇവിടുന്ന് ഇപ്പൊ ഇവിടെ വന്നിരിക്കാനുള്ള കാരണം. അപ്പൊ എനിക്ക് അപ്പൂന്ന് വിളിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, എനിക്കങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് പറയണ്ട. അയ്യോ പറയൂ, കേക്കട്ടെ. ഇപ്പൊ നമ്മൾ ബാക്കി എല്ലാ പേരും പറഞ്ഞു, ഇനി ആ പേരും കൂടെ കേക്കട്ടെ. എന്താ? എന്നെ കുഞ്ഞാറ്റെന്നാ വിളിക്കല് വീട്ടിൽ. അപ്പം ഇപ്പം ഞാനിപ്പം ഹസ്ബൻഡിന്റെ അവിടെ പോയാൽ പോലും എല്ലാവരും അപ്പൊന്ന് വിളിക്കുന്നത്. അവര് എന്റെ ശരിക്കും എന്റെ പേര് രക്ഷാന്നോ അങ്ങനെ ഒന്നും വിളിക്കാറില്ല. മോളെ അപ്പു വന്നോ, ഷൂട്ട് കഴിഞ്ഞ് വന്നോ എന്ന് ചോദിക്കാറ് അമ്മേന്റെ അടുത്ത്. അപ്പം അവർക്ക് ഒരു ചെറിയൊരു പേര് എന്ന് പറയുന്നത് അപ്പു എന്ന് പറയുമ്പോ അങ്ങനെ വിളിക്കാല്ലോ, വീട്ടിൽ നിന്നായാലും വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു രക്ഷാരാജിന്റെ കൂടെ ഈ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് അപ്പു ആയിക്കോട്ടെ. അല്ല, എനിക്കത് എന്റെ അറിവിൽ ഇപ്പോ ഇത്രയധികം പേരുകൾ ഒരേ സമയം നല്ല ഹാപ്പി ആയിട്ട് ക്യാരി ചെയ്യണ ഒരേ ഒരാള് അത് രക്ഷാരാജ് തന്നെയാണ്. എത്ര പേരുകളാ. എന്തായാലും എനിക്ക് അപ്പു ഇഷ്ടമാണ്, രക്ഷാരാജ്. ഇപ്പൊ എനിക്ക് രക്ഷാരാജിന് അപ്പു ഇഷ്ടം, രണ്ടും ഇഷ്ടമാണ്. പിന്നെ ജാനകിയും ഇപ്പൊ ഇഷ്ടമാണ്. കാരണം ജാനകി എന്ന് പറയുന്നത് സീത. അതെ, ബ്യൂട്ടിഫുൾ നെയിമാ ജാനകി. അതിനൊരു പ്രത്യേക ഒരു ബ്യൂട്ടിഫുൾ, നല്ല നല്ല പേരുകളാ കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ല. ഓക്കെ, ഇനി ആ ബ്ലൂവിനകത്തുനിന്ന് ഒരു ചീട്ടെടുക്കേ. ഇപ്പൊ യെസ് പറഞ്ഞില്ലേ, പ്രൊഡ്യൂസർക്ക് ഭയങ്കര നിർബന്ധമാണ് യെസ് പറഞ്ഞാൽ എന്നെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കണമെന്ന്. നോ ആണെങ്കിൽ അപ്പു ആ ടാസ്ക് ചെയ്യണം. ഇതാണ് പ്രൊഡ്യൂസറിന്റെ ഇഷ്ടം. നോക്കട്ടെ രക്ഷാരാജ് പറയുന്ന ഉത്തരങ്ങൾ. അപ്പൊ രക്ഷാരാജ് പറയണം. ഞാൻ ഉത്തരം പറയണോ? രക്ഷാരാജ് പറയണം. ഓക്കെ, ഞാൻ നോക്കട്ടെ എന്താന്ന്. ലേഡി സൂപ്പർ സ്റ്റാർസ് ഓഫ് മലയാളം സീരിയൽ, അത് ആരാണ്? ലേഡി സൂപ്പർ സ്റ്റാർ. അത് ഞാൻ എല്ലാവരും പറഞ്ഞു, എല്ലാരും ലേഡി സൂപ്പർ സ്റ്റാർസ് ആണ്. ഞാൻ ഒരാളുടെ പേര് ദേവിയെടുത്ത് എന്റെ ഓക്കെ. ഇനി ആക്ഷൻ ഹീറോ ഓഫ് മലയാളം മെഗാ സീരിയൽസ്. അത് പറയാണെങ്കിൽ ഞാൻ എല്ലാ സാന്ത്വനക്കാർക്കെ കൊടുക്കുന്നത്. അത് മതി, നമ്മൾ വന്ന വഴിയൊന്നും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ഷൻ ഹീറോ രാജീവേണ്ണനെ കൊടുക്കാം, ബാലേട്ടൻ. ഓക്കെ, അപ്പൊ ബാലേട്ടനും ചിപ്പിച്ചേച്ചിക്ക് നമ്മൾ ഓരോ ഓട് കൊടുത്തു കഴിഞ്ഞു, അതവിടെ ഇരിക്കട്ടെ. അടുത്ത ചോദ്യം, പ്രണയിച്ച് നടക്കുന്ന സമയത്ത് ആർക്കെച്ചിനെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്? അയ്യോ, ഈ കുട്ടി പറ്റിച്ചിട്ട് പാവം ആർക്കെച്ച് വീണ്ടും കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞാ പറ്റിച്ചിരിക്കുന്നത്? ആർക്കെച്ച് എന്നെ പറ്റിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഡൗട്ട്.
എന്താ പറയാ, ഞാൻ പറ്റിച്ചത് എന്താ, ഞാനൊരു തമിഴ് എന്തോ ഷൂട്ടിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ പിണങ്ങിയിരിക്കുന്നതോ ആണ്. പക്ഷെ അന്നപ്പം ഞാൻ ഷൂട്ടൊന്നുമില്ല, ഞാൻ ഫ്രീ ആയിട്ടിരിക്കായിരുന്നു. അപ്പം വിളിച്ചപ്പം എന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ബിസിയാണെന്ന് പറ, ഫ്രീ അല്ല, ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞാൻ 2-3 തവണ ആള് വിളിച്ചപ്പോ വീണ്ടും വീണ്ടും ആളെ കൊണ്ട് ഫോൺ, ആള് വിചാരിച്ച് ബിസിയാണെന്ന്. ശരിക്കും ബിസി അല്ലായിരുന്നു, ചുമ്മാ ഇരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് വിട്ടുകൊടുക്കില്ലല്ലോ. അതെ അതെ. പക്ഷെ ആള് എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതെന്താ അത് എന്നെ പറ്റിച്ചത് ചിലപ്പോ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു സിമ്പതി ഉണ്ടാവേണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല. എന്താ സിറ്റുവേഷൻ എന്തായിരുന്നു കേക്കട്ടെ? സിറ്റുവേഷൻ, ആൾക്ക് എന്റെ അടുത്ത് പറഞ്ഞ ആൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു, അലർജിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് അലർജിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ കുറെ പിണങ്ങി, കാരണം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് വേറെ ഇതിലേക്ക് പോകുമ്പോ ഞാൻ ഒന്ന് ബ്രേക്ക് ചവിട്ടി പിടിച്ചതാ. അപ്പൊ ഒരു ടൈം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചപ്പാന്ന് തോന്നുന്നു, വിഷ് ചെയ്ത് മാത്രം കട്ട് ചെയ്തു. ഞാൻ പിന്നെ കോളിംഗ് ഒന്നും അധികം ഉണ്ടാവാറില്ലായിരുന്നു, മെസ്സേജ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ട്, ഞാനിപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, അപ്പൊ എനിക്ക് വയ്യാണ്ട് ഒട്ടും വയ്യ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെയോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ എന്താ പറയാ, എനിക്കെന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ കൊടുക്കണം കുട്ടികൾക്ക്, അങ്ങനെയും ഡൊണേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ വിചാരിച്ചു ആൾക്ക് എന്തോ വലിയ അസുഖമാണെന്ന്. കാരണം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു അത് അമ്മേന്റെ അടുത്ത് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, അപ്പൊ എന്റെ അടുത്ത് പറയണ്ടല്ലോ. അപ്പൊ എനിക്ക് ഇപ്പൊ നീയാണ് സ്പെഷ്യൽ എന്ന് തോന്നി, നിന്റെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഈ കാര്യം അവരുടെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ എന്താ സത്യം പറ, എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു ഒന്നുമില്ല, പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട് നീ അങ്ങനെ ചെയ്യണട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ദേഷ്യം പിടിച്ച് ഹൈ ഹേറ്റ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്തൊക്കെയോ പറയുന്നത്, കാരണം എന്തെങ്കിലും ഒരു ചെറുത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ പറയേണ്ടതെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഫോൺ കെട്ടപ്പോ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു, കാരണം ആൾക്ക് എന്തോ വയ്യാണ്ടായിട്ടുണ്ടാന്നൊക്കെ. അപ്പൊ ഞാൻ കുറെ ഹൈ ഹേറ്റ് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റിലെ ആള് ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ഐ ലവ് യു പറയുന്നത്. ഫസ്റ്റ് ടൈം കുറെ ഹൈ ഹേറ്റ് കുറെ മെസ്സേജ് അയച്ചു, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാനങ്ങ് പോയി. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഓൺ ചെയ്ത സമയത്ത് ബട്ട് ഐ ലവ് യു എന്നാണ് മെസ്സേജ്. അപ്പോ ഫസ്റ്റ് ടൈം ഐ ലവ് യു പറയാൻ വേണ്ടി, ഇത് പറയേണ്ടിട്ട് എന്താന്ന് എനിക്കറിയില്ല ആളെന്താന്ന്, കാരണം ആൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു അസുഖം ഞാൻ കണ്ടിട്ടില്ല. അത് ഐ ലവ് യു പറയുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അസുഖമാണ് ഇവിടെ പ്രണവിനും വിജിതനും സ്ഥിരമായിട്ടുണ്ടാവാറുണ്ടല്ലേ. കുറേ ഇവർക്ക് അതേപോലെ അനുഭവപ്പെടാറുണ്ട്. അതിനുശേഷം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ അന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചു. പക്ഷെ എനിക്ക് എന്നിട്ട് പോലും ആൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് കൂടെ നിൽക്കാനാ തോന്നി. അപ്പൊ എനിക്ക് തോന്നി ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നി. അത് ആള് ചുമ്മാ ആ ഒരു സിമ്പതിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് ഇവരുടെ ഒക്കെ ഓരോ നമ്പേഴ്സ് അല്ലേ. വിജിതാണ് ആ നമ്പറിന്റെ ആശാൻ അല്ലല്ലേ, പ്രണവനെ എനിക്കും തോന്നിട്ട്. അപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ട്. പിന്നെ ഇവരൊക്കെ കള്ളന്മാരുടെ ആശാന്മാരാ. ഇത് പറഞ്ഞപ്പോ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ചിരിയൊക്കെ. ഓക്കെ, അടുത്തത് ജയകൃഷ്ണൻ, ഗിരീഷ്, യുവ. ഇവരിൽ ഏറ്റവും കൂടുതൽ ധൈര്യശാലി ജയകൃഷ്ണനാണ്. പിന്നെ അല്ല റിയൽ ലൈഫില് ജയകൃഷ്ണനാണോ ഗിരീഷിനാണോ ഇപ്പത്തെ സീരിയല് യുവ, ജാനകിയുടെ കൂടെയുള്ള യുവ, ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ധൈര്യശാലി? എല്ലാവർക്കും ധൈര്യം ഉണ്ട്, എന്നാലും ഒരു പോയിന്റിൽ പറയണേ ഹരി ആയിരിക്കും തോന്നുന്നു. ആണോ? അപ്പൊ ജയകൃഷ്ണൻ അല്ല, അപ്പൊ നോ ആണ്, കൊട്ടണ്ട. അപ്പൊ അടുത്ത ടാസ്ക് കറക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആർക്കേജിനെ ലൈഫ് പാർട്ട്ണറായി തിരഞ്ഞെടുക്കാനുള്ള 3 കാരണങ്ങൾ. പാവം, ഞാൻ പറയാം എന്റെ പൊന്ന ആർക്കേജ്, എന്നെ എത്ര തവണ കുട്ടി പറ്റിച്ചിട്ടുണ്ട്, എന്നിട്ടും പറഞ്ഞു. എന്തുകൊണ്ട് ആർക്കേജ്? ആർക്കേജ്. എല്ലാ ആൾക്കാരും എന്നെ ഈ പേര് കൊണ്ട് എന്നെ പല കോമഡികളും പറയാറുണ്ട്. ചിപ്പി ചേച്ചി ആയാലും അക്രൂന്ന് ചിപ്പി ചേച്ചി പറയാം, അക്രൂന് സുഖാണ്. നമ്മൾ ആരും അധികം കേൾക്കാത്തൊരു പേരാണ് ആർക്കേജ്. സൂര്യൻ ആണ് അതിന്റെ അർത്ഥം, അങ്ങനെയാണോ? ഓക്കെ, അർക്കൻ എന്ന് പറയില്ലേ? ഓക്കെ. അപ്പൊ ആർക്കേജിനെ കല്യാണം കഴിക്കാനുള്ള 3 കാരണങ്ങൾ. ഒന്ന്, ഭയങ്കര ക്ഷമയാണ്. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞൊരു സംശയമുണ്ട്, എന്നാലും ഓക്കെ. ആണോ? അപ്പൊ രക്ഷനെ സഹിക്കണമെങ്കിൽ അത്ര ക്ഷമ വേണോ? നല്ല ക്ഷമ ഉണ്ടായിരുന്നു. നമ്മള് കാണുന്ന അപ്പു ജാനകി ഒന്നും അല്ല റിയൽ രക്ഷ. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും നോക്കുകയാണെങ്കിൽ എനിക്ക് ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ ആർക്കേജിന് ക്ഷമയുണ്ട്. മറ്റൊരു കാര്യമാണെങ്കിൽ ആള് വന്നിട്ട് എല്ലാവരെയും ബഹുമാനിക്കും. കാരണം സ്ത്രീകൾ ഇപ്പൊ ഏതൊരു
ഏതൊരു ജോലി ചെയ്താലും ഇപ്പൊ സ്ത്രീകൾ ഏത് ജോലി ചെയ്താലേ ആരെന്ത് പറഞ്ഞാലും അത് കേട്ട് അപ്പൊ തന്നെ അവരെ വന്നിട്ട് ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് വിലയിരുത്താറില്ല. കാരണം ആളത് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് അല്ല. ആൾക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആളെ കണ്ണുകൊണ്ട് അങ്ങനെയൊക്കെ കണ്ടാൽ മാത്രം ഒന്ന് വിശ്വസിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് കാര്യം പറയണം, അവരങ്ങനെയാണ് അവരെങ്ങനെ ചെയ്തു പറഞ്ഞാൽ ഇല്ല ചിലപ്പോ അത് നമ്മളെ തെറ്റിദ്ധാരണയാണ് അങ്ങനെ പറയാണ്. പിന്നെ ഈ ലേഡീസിനൊക്കെ ഭയങ്കര മറ്റേ മൊത്തത്തിൽ ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ്. വലിയൊരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെന്ന് പറയുമ്പോ കൊറേ ഉണ്ട് കേട്ടോ ആൾക്ക്. ഒരു കാരണം കൂടെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു കാര്യം പറയുകയാണെങ്കിലേ അതിപ്പോ ആൾക്ക് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും, പക്ഷെ അതൊന്നും ആള് പറയില്ല. ആളുടെ ടൈമോ അല്ലെ ആൾക്ക് എവിടെ അർജന്റായിട്ട് പോകേണ്ടതാണെങ്കിൽ പോലും ആളത് മാറ്റിച്ച് അത് കേൾക്കും. അവരോട് അയ്യോ ഞാനൊന്ന് പോട്ടെ എനിക്ക് തിരക്കുണ്ടെന്ന് പറയാൻ മടിയാണ്. അത് എന്നിട്ട് അവർക്ക് ബോറടി അല്ല അവർക്ക് എന്തെങ്കിലും ഫീൽ ആവുമെന്ന് വിചാരിച്ചിട്ട് അവരെ മുമ്പിൽ അത് ഒന്നും കാണിക്കാതെ അവർ പറയുന്നത് കംപ്ലീറ്റ് ഇങ്ങനെ കേട്ടിരിക്കും. എനിക്കാണെങ്കിൽ ചിലപ്പോൾ എനിക്കിത് ഭയങ്കര ബോറായി തോന്നുകയാണ്, ഞാൻ പറയാതെ എനിക്ക് തിരക്കുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു കോൾ കിട്ടോ, ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ആളത് ചെയ്യുന്ന കാണാറില്ല. അതിന് ചില സമയത്ത് ഞാൻ ചോദിക്കും, ചില സമയത്ത് ലേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് അത് ഞാനത് പറഞ്ഞില്ല, ഞാൻ ചോദിക്കും എന്തിനാ അത് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇത് അവരുടെ അടുത്ത് പറഞ്ഞാൽ പോലും അവർക്കിത് മനസ്സിലാവുമല്ലോ എന്ന് പറയും. പക്ഷെ അത് ആള് ചെയ്യില്ല. ആള് എനിക്ക് പറയുന്ന ഓവർ. പിന്നെ കുറെ ഉണ്ട് ഇതൊക്കെ മെയിൻ. ഇത് എനിക്ക് പിന്നെന്താ ഒരു നെഗറ്റീവായിട്ടുള്ള കൗണ്ടർ പറയുന്ന ഒരു വ്യക്തിയല്ല ആള്. അപ്പൊ ഞാനൊരു ഫ്രണ്ട് ആയ സമയത്ത് തന്നെ നമ്മൾ പല ടൈപ്പിൽ നമ്മളെല്ലാരും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കഥ പറയാറുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് ഉള്ള ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ അർക്കിജും അതിൽ വരാറുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാറുണ്ട്, ഒരുമിച്ച് ഒരു ദിവസം കൂടാറുണ്ട് എല്ലാവരും കൂടെ. ആ സമയത്തൊക്കെ ഇപ്പൊ വേറെ ഓരോരോ ആൾക്കാരെ വന്നിട്ട് എന്തെങ്കിലും കൗണ്ടർ പറയും, അതേ കഥ ഓരോരോ കഥ പറയും. നമുക്കറിയില്ല എങ്ങനത്തെ കഥകളാ പറയാം. ആ കഥയിൽ കയറിയിട്ട് അത് കഥ പറയുമ്പോൾ ആൾക്ക് ഒരു നെഗ് ഫീൽ അങ്ങനെയാണെങ്കിൽ ആള് അതിലൊന്നും ചെയ്യില്ല, അത് കേട്ടോണ്ടിരിക്കും, അങ്ങനെ റിയാക്ട് ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ആള് അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് പറയേണ്ടത്. നോട്ട് ലക്കി. അപ്പം അർക്കേച്ചിന്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ല ഇറ്റ്സ് യുവർ ലക്ക് അപ്പൊ അർക്കേച്ചിനെ പോലെ ഒരാളെ കിട്ടിയത് അല്ലെ. എന്തായാലും പറയാത്ത ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളെ തന്നെയാണ് രക്ഷയ്ക്ക് അപ്പുവിന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ രക്ഷ പറയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്, ദാറ്റ് അർക്കേച്ചി ഭയങ്കര ഹാൻസം അല്ലേ. കണ്ടോ, അത് പറഞ്ഞില്ല. ആള് നല്ല പാട്ട് പാടും. ഞങ്ങൾ ആ ഒരു എനിക്കൊരു ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിംഗറെ കെട്ടണം മറ്റേന്നൊക്കെ പറയുമ്പോ ആള് ഈ ഫോണിലൂടെ വന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം ഈ പാട്ടൊക്കെ ഞാൻ പറയും എനിക്കിത് പാട്ട് പാടിത്തരണം, ആള് പാട്ട് പാടിത്തരും. പക്ഷെ എനിക്ക് ആളുടെ സൗണ്ടും പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോ അതൊക്കെ ആയിരിക്കും എന്നെ അതിലേക്ക് അവരെ. പിന്നെ ആള് ഞാൻ ഭയങ്കര കുറച്ച് സ്പീഡായി സംസാരിക്കും, ആളത് ഭയങ്കര അതെനിക്ക് തോന്നുന്നു എന്റെ ഒരു ക്യാരക്ടർ അത് മസ്റ്റാണ് അങ്ങനത്തെ ഒരാള്. കാരണം ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ എന്നെ പോലെ തന്നെ ഓപ്പോസിറ്റ് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണർ ആണെങ്കിൽ ചിലപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കതിപ്പോ ചില ആൾക്കാർ അങ്ങനെ സംസാരിക്കും, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നതിന് മുമ്പേ അവര് കയറി ചാടിക്കറി സംസാരിക്കാം. ഇതാകുമ്പോൾ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് കേട്ടിട്ട് ഓക്കെ ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് നല്ലൊരു ടോട്ടൽ പാക്കേജ് ആണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ നല്ലൊരു പാക്കേജ്. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം. ഉദ്ഘാടനങ്ങൾക്ക് രക്ഷ പൊതുവെ അമിത തുക ചാർജ് ചെയ്യുന്നു എന്ന കേട്ടുകേൾവി വിഷമപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്ഥലത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിഷമപ്പെടുത്തിയിട്ടുണ്ടോ? ചില അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ അമിത തുക ഒന്നും വാങ്ങിക്കാറില്ല, നോർമൽ ആയിട്ടുള്ള എല്ലാരും വാങ്ങിക്കുന്ന പോലെയൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചില ആൾക്കാര് പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ പറയാത്ത കാര്യങ്ങളും ഇവൻ അങ്ങനെയൊക്കെ ടോക്ക് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും. കാരണം ഉള്ള കാര്യമാണ് ഓക്കെ. പിന്നെ ഞാൻ അതും കൊണ്ട് നടക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് അത് പറഞ്ഞ് തിരുത്താൻ പറ്റില്ലല്ലോ, ഒരാൾക്കാര് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, പൊതുവെ രക്ഷനെ പറയുന്നത് തന്നെ സീരിയലിലെ ഹണി റോസ് എന്നാണ് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻസ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പുവാണ്. അങ്ങനെയൊന്നുമില്ല ചില. എന്നാൽ ഏകദേശം ഒരു മാസത്തിൽ എത്ര ഉദ്ഘാടനം ചെയ്യും കേക്കട്ടെ? അതൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഒരു തവണ ഞാൻ 2 ചെയ്തിട്ടുണ്ട് ഒരു മാസത്തില്. എന്നാലും അത്യാവശ്യം നല്ല വോളിയം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു, കാരണം ഹണി റോസ് ഒരുപാട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് ചില ആൾക്കാർ ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടു, ഇങ്ങനെ സീരിയലില് ഹണി റോസ്. ഞാൻ പറഞ്ഞ ഈ അങ്ങനെയൊന്നുമില്ല. കാരണം വെച്ചാൽ അവര് കൊറേ ചെയ്യുന്നുണ്ടോ, അതിന്റെ അടുത്തൊന്നും നമ്മള് എവിടെയില്ല.
പിന്നെ കുറെ പേര് ചെയ്യുന്നുണ്ടാവും, നമ്മളത് കാണാൻ. അല്ല, എന്നാലും മൊത്തത്തിലൊരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻസ് ചെയ്യുന്നത് നമ്മുടെ അപ്പുക്കുട്ടിയാണ്. ഓക്കെ, ഇരിക്കട്ടെ ഇരിക്കട്ടെ, ആ ഒരു ഇത് നല്ല കാര്യമല്ലേ, നല്ല കാര്യല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പൊ അടുത്തൊരു ഉദ്ഘാടനം വരുന്നുണ്ട്. ആണോ? അതെന്നാ, എവിടെയാ? അത് കോഴിക്കോടാണ്, 5-ാം തീയതി. 5-ാം തീയതി ഏപ്രിൽ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ടാസ്ക് എടുത്തോളൂ. അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞുകൊണ്ട് രക്ഷയ്ക്ക് ഇനി കൂടുതൽ ഇനോഗ്രേഷൻസ് വരും കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ട് രക്ഷയ്ക്ക് ഇനോഗ്രേഷൻസ് കൂടുമ്പോഴത്തേക്കും ഞങ്ങളെ ഓർത്തണം. എനിക്ക് അതിന്റെ ഒരു വേണം, എനിക്ക് ഓരോ ശതമാനം തന്നാൽ മതി ഓരോ ഇനോഗ്രേഷന് പോകുമ്പോ. എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് ഉദ്ഘാടനം ചിലപ്പം ദൈവമായിട്ട് തിരുന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ടായ. കാരണം സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് അറിഞ്ഞിട്ട് കുറച്ച് പേര് നാട്ടിൽ നിന്നും കാലിക്കറ്റിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഞാൻ സ്റ്റേജിൽ പോയിട്ട് നിൽക്കുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കും, ഇത് ഇവിടെ കണ്ടിട്ടുണ്ട്, ഇതാ ഒന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മൈക്കിൽ വന്നിട്ട് ഞാൻ ഇന്ന മൂവി ചെയ്താണ്, തമിഴാണ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമം. കാരണം എല്ലാവർക്കും അറിയില്ല, ഞാൻ അറിയാതെയാണ് ഇവര് സിനിമ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഇതിൽ നോട്ടീസിൽ അടിച്ചത് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു ഫംഗ്ഷന് പോകത്തില്ല. ഞാൻ എന്ന് എനിക്ക് റീച്ച് ആവുന്നു, എനിക്ക് ഒരു പബ്ലിക്കായിട്ട് എന്നെ എല്ലാവരും തിരിച്ചറിയുന്ന സമയം എന്നാണോ അന്ന് മുതലാണ് ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകും. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി പോയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എന്റെ അച്ഛനും അമ്മയും മോളെ നിനക്ക് കിട്ടിയ അവസരമല്ലേ, നീ അങ്ങനെ തീരുമാനം എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും എന്ത് പറഞ്ഞാലും എനിക്കൊരിതുണ്ട്. കാരണം എനിക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ എല്ലാവരും എന്നെ തിരിച്ചറിയത് ഇന്നാളെന്ന് പറയുന്ന എന്റെ ഒരു മനസ്സിലൊരു ഡ്രീമാണ്. അത് എന്ന് വരുന്നോ അന്നേ ചെയ്യുന്നു പറഞ്ഞു. അതേപോലെ അതിനുശേഷം ഞാൻ ഒരു പ്രോഗ്രാമും ചെയ്തിട്ടില്ല. എനിക്ക് മലയാളികൾ എന്നെ തിരിച്ചറിഞ്ഞ് ആ ഒരു ഫെയിമിൽ എത്തിയപ്പം അതിനുശേഷം തൊട്ട് ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് അഭിമാനത്തോടു കൂടെ ഞാൻ സ്റ്റേജിൽ പോണത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അന്നും കൂടെ ദൈവം വെച്ചിരുന്ന കുറെ ഇനോഗ്രേഷൻസ് എല്ലാം കൂടി ആയിരിക്കും അന്ന് ഹോൾഡ് ചെയ്ത് വെച്ചത്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അന്ന് ഞാൻ കുറെ എല്ലാവരും അങ്ങനെ മാറുമെന്ന് എനിക്ക് അറിയില്ല. എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും അത് പോവുകയല്ല. ഞാൻ കാരണം ആ സമയത്താണ് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം എന്റെ അച്ഛനും ആണെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ആ ടൈമിൽ പോലും ഞാൻ ആ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അതെ, അങ്ങനത്തെ ഒരു എംബാരസിംഗ് സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നു? അപ്പത്തെ ഇങ്ങനെ ആൾക്കാർ തമ്മില് മനസ്സിലാവാതെ നിൽക്കുമ്പോ ആ ഒരു എംബാരസിംഗ് സിറ്റുവേഷൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ദൈവം ആ ഒരു വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ദൈവം കേട്ടു. അവിടെയാണ് രക്ഷപ്പെട്ട് അതിൽ നിന്ന് രക്ഷയ്ക്ക് ഇങ്ങനെ ഒരു രക്ഷ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശരി, അടുത്ത ടാസ്ക് രക്ഷയ്ക്കുള്ളത്. ഇയാളെ കൊണ്ട് ഒരു രക്ഷയുമില്ല എന്ന് തോന്നിയത് ആരെ കുറിച്ച്? എനിക്ക് പെട്ടെന്നൊന്നും എനിക്ക് അച്ചുമായിരിക്കും, കണ്ണനായിരിക്കും. ഉറപ്പിച്ചു. ഓക്കെ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവൻ ഇടയ്ക്ക് കാണിക്കുന്ന ഒരു ചിരിക്കാനുള്ള പലത് കാര്യങ്ങളും ഞാൻ പറയോ ഇവനെ കൊണ്ട് രക്ഷയില്ലല്ലോ എന്ന് പറയാറുണ്ട്. നമ്മൾ കാണുന്ന ഒരു അച്ചു അല്ല. നമ്മളിടത്തൊക്കെ ലൊക്കേഷനിലായാലും അങ്ങനെ ഭയങ്കര കളിയായിട്ട് എന്തെങ്കിലും കുസൃതികൾ എന്തെങ്കിലും നമ്മളെടുത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയോ ഇവനെ കൂടെ രക്ഷയില്ല. അപ്പൊ ആ ടൈറ്റിൽ അവനിരിക്കട്ടെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഈ സെഗ്മെന്റിന്റെ പേര് രക്ഷ സെഗ്മെന്റ് തന്നെയാണ്. രക്ഷയുടെ പേര് തന്നെയാണ് നമ്മുടെ ഷോ ഡയറക്ടർ പേര് തന്നെ സെഗ്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രക്ഷ സെഗ്മെന്റിലെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എന്ന് തോന്നിയത് എവിടെ നിന്ന്? ഇപ്പോഴാണ് മാത്രം പറയരുത്. ഏത് ആണെങ്കിലും പറയാം, എങ്ങനെയാണെങ്കിലും. ഇപ്പം അച്ഛന് ഇങ്ങനെ അപകടം വന്ന ആ സമയത്തും പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ഇവൻ അച്ഛനൊന്ന് തിരിച്ചു വരണം, അത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു കാരണം ആ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. മൂവിയൊക്കെ വിട്ടിട്ട് ഞാൻ എൻ്റെ കൂടെ ആരും വരാനില്ലായിരുന്നു ആ സമയത്ത്. ഒരു 1.5 വർഷത്തോളം ഏകദേശം അതൊക്കെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതിരുന്നു. ആ സമയത്ത് നോക്കി ഇതൊക്കെ കഴിഞ്ഞൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം തിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് വരണം, എന്റെ അഭിനയത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് വന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന് സമാധാനം കൊടുക്കാൻ അങ്ങനെ തന്നെയായിരിക്കും രക്ഷ എന്നുള്ള പേരും. സീരിയസ്ലി ലൈഫിന്റെ ഒരു നല്ലൊരു പാഠം നമ്മള് പഠിച്ചു. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടാവുന്നും നമ്മള് ലൈഫില് ഒരു ഇങ്ങനത്തെ ഒരു എല്ലാം കൊണ്ടും നമ്മളൊന്ന് താഴ്ന്നിരിക്കുമ്പോ
നമുക്ക് എങ്ങനെ തിരിച്ചു കയറണം എന്നുള്ളത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ്. കാരണം ഭയങ്കര അങ്ങനെ നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും സപ്പോർട്ട് ആയിട്ടില്ല. എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. അപ്പോ അത് നമ്മൾ അത്തരത്തിലുള്ള ഒരു ക്രൈസിസ് സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മുടെ കൂടെ, തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുന്ന, നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെന്റലി. എനിക്കെല്ലാം വന്നിട്ട് എന്തിപ്പോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര കൂളായിട്ട് എടുക്കുന്നതിന്റെ റീസൺ ആ ഒരു വലിയൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് 2 തരം നമ്മൾ കണ്ടിട്ടുണ്ട് ലൈഫിന്റെ. ഓക്കെ, എല്ലാരും അങ്ങനെയാ. ഒരു ഇത് കിട്ടുമ്പോ പഠിക്കാന്ന് പറയില്ലേ, കണ്ണ് തുറക്കാന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ രക്ഷാ സെഗ്മെന്റിലെ ലാസ്റ്റ് ഫൈനൽ ചോദ്യം. അങ്ങനെ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. എവിടെ നിന്ന്? ഇവിടെ നിന്നാണ് പല സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ഷൂട്ട്, മൂവിയുടെ ഷൂട്ടാണ് കൊടൈക്കനാല്. അപ്പം ഞാൻ ഒരു കാർബൺ മോണോക്സൈഡ് വന്നിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അന്നൊരു ദിവസം ഷൂട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ കറങ്ങി തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പൊ ജനറേറ്റർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയില്ല. ഞങ്ങൾ വാഷ്റൂമിലൂടെ കയറി. ഞാൻ വാഷ്റൂം പോയിട്ട് വന്ന് തിരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്, ഞാൻ കിടക്കട്ടെ, ഉറങ്ങി എണീറ്റ് റെഡിയാവുമെന്ന് പറഞ്ഞായിരുന്നു. അച്ഛന് ഭയങ്കര പേടിയുള്ള ഒരാൾ, ടെൻഷൻ്റെ ഒരാൾ. കാരണം എന്തെങ്കിലും വയ്യാന്ന് വരുമ്പോഴത്തേക്ക് ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നു പറയും. അപ്പൊ അച്ഛൻ വിചാരിച്ചു ഞാൻ കിടക്കുമ്പോൾ തന്നെ ടാബ്ലറ്റ് തന്നു കഴിഞ്ഞാൽ തിരിച്ച് ഉറങ്ങിയാണ്. അപ്പൊ അത് തരാൻ വേണ്ടിയിട്ട് എന്നെ ഉണർത്താൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് 2 ഓപ്പൺ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അച്ഛന് തോന്നി ഇതാണ് ഇനി അപസ്മാർ അങ്ങനെ എന്താണോ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ റൂമിൽ ആരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പം നോക്കുമ്പോൾ ഒരു ഓർമ്മയില്ല എനിക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 5 മിനിറ്റ് കൊണ്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ എത്രയും ഹൈറ്റിലൊക്കെ നമ്മൾ പൊങ്ങൂലേ ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ആ സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ അത്രയും ഹൈറ്റിൽ. പിന്നെ ഭയങ്കര, കാരണം ഡോക്ടർ പറഞ്ഞ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ കൈയൊക്കെ പിടിച്ച് ഞാൻ തിരിച്ച് ഇങ്ങനെ ഓർമ്മയൊക്കെ വന്നപ്പോൾ പറഞ്ഞു, മോളെ ഭാഗ്യമാണ് കേട്ടോ, നീ തിരിച്ച് വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. അവിടെ നിന്ന് തന്നെ ഒരാൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. കാരണം ഈ നമ്മൾ രക്ഷപ്പെടുന്ന സമയത്ത് അവരെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അവരെ ഓൾറെഡി പനിയായിട്ട് ഒന്ന് റൂമിൽ നിൽക്കുകയായിരുന്നു ഒരാൾ. അപ്പൊ അവരെ തിരിച്ച് റൂമിൽ നോക്കിയപ്പം അവര് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ അച്ഛൻ അങ്ങനെ മരുന്ന് തന്ന് ഉറങ്ങി കിടക്കാണല്ലോ, അവൾക്ക് മരുന്ന് തരാൻ അച്ഛനെ കൊണ്ട് തോന്നിപ്പിച്ചതാണ് അവിടെ. അതെ അതെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് രക്ഷപ്പെട്ടു ശരിക്കും. അതെ, എല്ലാ ചോദ്യത്തിനും വളരെ എന്താ പറയാ ഡെപ്ത് ഉള്ള കുറെ ആൻസേഴ്സ് ഒക്കെ കിട്ടി. ശരി, അടുത്ത ചോദ്യം. ഇത് ഞാൻ എവിടെയും പറയാത്തതായിരുന്നു ആണല്ലേ. അപ്പൊ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ലൈഫിലേക്ക് വന്നത്. സാന്ത്വനം 2 വേണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആണോ? എനിക്കെന്നല്ല, ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാന്ത്വനം 2 വന്നപ്പം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ആൾക്കാരെയും വിളിച്ചായിരുന്നു. അപ്പം ചിപ്പി ചേച്ചി ഇല്ലാന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് 2 ചെയ്യണ്ട എന്നുള്ളത്. കാരണം നമ്മളൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിലിയാണ്. അതാണ് ഇത്രയും ആ ഒരു ഇതിൽ കിടക്കുന്നത്. നമ്മളത് 2 ചെയ്തിട്ട് ആ ഒരു ഇമ്പാക്ട് കാരണം ആ സ്റ്റോറി അല്ല. അപ്പൊ നമ്മൾ പേര് മാത്രമേ ഉള്ളൂ 2 എന്നുള്ളത്. ആ സ്റ്റോറി അല്ലാതിരിക്കുമ്പോൾ നമ്മളത് ചെയ്തിട്ട് നമ്മൾ ആ ഒരു നല്ല രീതിയിൽ അങ്ങനെ തീർത്ത ഒരു സംഭവമാണ്. അപ്പൊ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒഴിവാക്കിയ സംഭവമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കി. അപ്പൊ ഇപ്പൊ ഇത് സാന്ത്വനം 2 വേണ്ട എന്ന് തോന്നിയത്? ഇല്ല, ഞാനിപ്പം പറയുന്നില്ല. കാരണം ആ ഉണ്ടായിക്കോട്ടെ നമ്മളെ പേര് തന്നെ ഇപ്പൊ ആൾക്കാർ പറയുന്നത് 2 സാധനം മറക്കില്ലല്ലോ. വർഷങ്ങളായിട്ട് ആ പേര് പോയല്ലേ. അപ്പൊ കുട്ടിക്കോ അതിൽ എത്ര ടാസ്ക് ഉണ്ടോ? കൊറേ ഉണ്ടോ? കൊറേ ഉണ്ട്. അന്നെടുത്തു ഒരെണ്ണം കൊണ്ട് ഓപ്പൺ ചെയ്തോ. പച്ചമുളക് കഴിച്ചുകൊണ്ട് പാട്ട് പാടുക. ഇവിടെ പച്ചമുളക് ഇല്ലല്ലോ. സാധനം വന്നോ? എന്താണ് പാവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണേ? മുളക് ഇഷ്ടാണോ? എരിവ് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുമ്പേ എരിവ്. പക്ഷെ ഇപ്പം ഇഷ്ടമല്ല. ഇപ്പം അസിഡിറ്റി പ്രശ്നമൊക്കെ. അപ്പൊ ജസ്റ്റ് ഒരു ബൈറ്റ് ഇങ്ങനെ എടുത്താൽ മതി, എന്നിട്ടൊരു പാട്ട് പാടിയാൽ മതി. ദൈവം, എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല. അത് സാരല്ലേ. അർക്കജ് എത്ര പാട്ട് പാടി തന്നിരിക്കണു. അർക്കജിന്റെ ഫേവറേറ്റ് പാട്ട് ഏതാ? അതങ്ങ് പാടിയാൽ മതി. അർക്കജിന് അങ്ങനെയൊന്നും ഇല്ല, ഓരോ ടൈമിൽ ഓരോന്ന്. എന്നാ പിന്നെ
അപ്പൂന് ഇഷ്ടമുള്ള എനിക്ക് തന്നെ കൺഫ്യൂഷൻ. അപ്പൂ വിളിക്കണോ, രക്ഷ വിളിക്കണോ, ഡെല്ല വിളിക്കണോ, എന്റെ പൊന്നെ എത്ര പേര് രക്ഷ അല്ലെങ്കിൽ അപ്പു, ഇതിലേതെങ്കിലും ഒന്ന് അല്ലെ ജാനകി. അതാ പറഞ്ഞേ. കാരണം ഇപ്പൊ ഞാൻ ജാനകിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തി, കാരണം അപ്പു തന്നെ ആയി പോയി. അതെന്റെ വായിലും ജാനകി വിളിക്കണോ, എല്ലാം ഏത് വിളിച്ചാലും വിളി കേട്ടോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഏത് പാട്ട് എന്റെ കൂടെ പാടുവോ? ആ ഞാനോ? ആഹാ, എന്നാ ഇന്റർവ്യൂ ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്തെന്താ പോണതൊന്നും ഇല്ലേ? നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കൊമ്മലിട്ട് കുണിഞ്ഞവൾ. എവിടെ പാടാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും പാടിയില്ലല്ലോ. ഇതിങ്ങനെ ഇവിടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അതെന്താന്നറിയോ, പാടി കേൾക്കുമ്പോ നല്ല താളത്തിൽ പാടുന്നുണ്ട്, വെറുതെ അപശ്രുതികളൊക്കെ നല്ല താളാണ്. അതുകൊണ്ടാണ്. ഇല്ല സാരില്ല, എന്നാലും രക്ഷ പാടി കേട്ടോ. പറഞ്ഞ എല്ലാ ടാസ്കുകളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. പച്ചമുളക് വേണമെങ്കിൽ കഴിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ വേണോ? വേണ്ട വേണ്ട വേണ്ട. അടുത്ത ചോദ്യം. അപ്പുവിൽ നിന്നും ജാനകിയിലേക്ക് എത്തിയപ്പോൾ സ്വന്തം ക്യാരക്ടർ കൂടുതലായി പോർട്രേ ചെയ്യാൻ പറ്റിയതായി തോന്നി, ആണോ? സ്വന്തം ക്യാരക്ടർ, റിയൽ ലൈഫിലെ ക്യാരക്ടർ അപ്പുവിലാണോ അതോ ജാനകിയിലാണോ രക്ഷയ്ക്ക് കൂടുതൽ മാച്ച് ചെയ്ത് തോന്നുന്നത്? അപ്പൂലെല്ലാം ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ജാനകിയെക്കാട്ടും കുറച്ചുകൂടെ എവിടേക്കോ അപ്പൂലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചതിനകത്ത് അപ്പൂന്റെ ഫുള്ളും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഭയങ്കര ഇടയ്ക്ക് ഒട്ടും മെച്ചൂർഡ് അല്ലാത്തൊരു ടൈപ്പാണല്ലോ അപ്പൂ. അങ്ങനെയില്ല, ചിലതുണ്ട്, ചില കുഞ്ഞു കുഞ്ഞു വാശികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ലേ, ചിലത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നോ ആണ് ആൻസർ, നോ, ജാനകിയിലേക്കാണ്. ഓക്കെ, അപ്പൊ അടുത്ത ടാസ്ക് വീണ്ടും. ടാസ്കിന് വേണ്ടിയാണെങ്കിൽ ഞാൻ യെസ് പറയും. യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ടാസ്ക് ചെയ്യണം. പിന്നെ എന്ത് കാര്യം, ഓരോ ചോദ്യത്തിന് ഓരോ പക്കം. കൂടെ അഭിനയിച്ച നായകന്മാരിൽ ഒരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യുക. അയ്യോ, ആരെ വിളിക്കും? ഹരിയെ വിളിക്കണോ, ജയകൃഷ്ണനെ വിളിക്കണോ, യുവനെ വിളിക്കണോ, അതോ സിനിമയിൽ കൂടെ അഭിനയിച്ച ആരെങ്കിലും വിളിക്കണോ? അപ്പൊ എനിക്ക് അത് ഞാൻ ഹരിനെ വിളിച്ചാൽ മതിയോ? ഹരിനെ ഞാൻ കുറച്ചായി വിളിച്ചിട്ട് തോന്നി. നേരത്തെ രക്ഷനെ ഇവിടുന്ന് പ്രാങ്ക് ചെയ്യാൻ വിളിച്ചിട്ടില്ലേ? അപ്സര വിളിച്ചിട്ടുണ്ട് നേരത്തെ. അത് നമ്മുടെ ഇവിടുന്ന് തന്നെയാണ് വിളി പോയിരിക്കുന്നത്. ദൈവമേ, നിങ്ങളിട്ട് എനിക്ക് പണി. അപ്സരെ കൊണ്ട് വിളിപ്പിച്ചത് പ്രാങ്ക് ചെയ്യിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും വിളിച്ചെന്ന് പറയണ്ടേ? ഹലോ ചേട്ടാ. ഹലോ ചേട്ടാ, എന്നെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരെ മത്സരിക്കാൻ വേണ്ടിട്ട് അവര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വരാൻ പറ്റുമെന്നുള്ള രീതി ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങളൊന്ന് ചാരാന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു യുവേനെയും കൂടെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, അപ്പം രക്ഷ റെഡിയാണോ എന്നുള്ള രീതിയിൽ എന്നെ എനിക്കൊരു വിളി വന്നു. അപ്പൊ ഞാൻ ചേട്ടന് വിളി വന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇല്ല, എന്നെ ആരും വിളിച്ചില്ലല്ലോ. വിളിച്ചിട്ടില്ല. ഇപ്പം എന്താ ചെയ്യാ? ഇപ്പൊ എന്ത് പറയാ അവരുടെ അടുത്ത് ഞാൻ? ഇനിയിപ്പൊ അവര് ചുമ്മാ പറഞ്ഞു. അതറിയില്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ സീരിയൽ ഇനിയിപ്പോ എന്താ അവസ്ഥ, ഇനി അത് അറിഞ്ഞിട്ടാണോ എന്താന്ന് എനിക്കൊന്നും അറിയില്ല. എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അവരിനി പറ്റിക്കാനൊന്നുമില്ലായിരിക്കും അല്ലേ? പറ്റിക്കാനായിരിക്കോ? എന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിലുള്ള ഒരാളാ വിളിച്ചത്. പേര് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ദൈവമേ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ശരിന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ തന്നെ ഞാൻ ഇപ്പം വിളിക്കട്ടോ എന്ന് പറഞ്ഞു. ചേട്ടനെ വിളിച്ചിട്ട് ഇനി വിളിക്കണം. നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോകാനാണോ എന്തെങ്കിലും അതിന് ആയിരിക്കുമോ? മത്സരിക്കാനാണോ അല്ലെ കുറച്ച് ദിവസം അങ്ങനെ പോയി നിൽക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ചേട്ടൻ വരുവോ? ചേട്ടൻ വിളിച്ചാ വരുവോ? അങ്ങനെയല്ല ചോദിച്ചത്. അപ്പൊ എനിക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം പറഞ്ഞില്ലേ മറ്റേ പണ്ട് എനിക്ക് ഇതേപോലെ ഒരു വിളി വന്നതാണ് ബിഗ് ബോസ്. അല്ല, അങ്ങനെയാണെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ റെഡിയാണ്, കുഴപ്പമില്ല. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടല്ലോ. ഓക്കെ, ഇതൊരു പ്രാങ്ക് ആയിരുന്നു ചേട്ടാ. ഞാനേ ഇവിടെ മൈൽസ്റ്റോൺ മീഡിയയിലെ ഒരു ഇന്റർവ്യൂലായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടനെ വിളിച്ച് മറ്റേ എന്തെങ്കിലും പ്രാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതാ ഞാൻ കൊടുക്കട്ടോ ഇവിടെ.
രമ്യ ചേച്ചി ഉണ്ട്. ഹലോ യുവ. ഹലോ ഹലോ യുവ, നമസ്കാരം. എന്റെ പേര് രമ്യ എന്നാണ്. രമ്യ, ഹായ്, ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നാണ് ഞാൻ ഇപ്പൊ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് രക്ഷ വന്നിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ കുറേ ഇവിടെ ജാനകിയുടെയും വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ വെറുതെ ഒന്ന് ഒരു ടാസ്ക് കൊടുത്തതാണ് രക്ഷയുടെ അടുത്ത്, ഒരാളെ വിളിച്ചിട്ട് ഒന്ന് പറ്റിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ജാനകി അപ്പുവിന് കൂടുതൽ അടുപ്പുള്ള ഒരാളെ വിളിച്ച് പറ്റിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വിളിച്ചതാണ് കേട്ടോ യുവനെ. ആ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും യുവ മനസ്സിലാഗ്രഹിക്കുന്ന പോലെ ബിഗ് ബോസിൽ നിന്ന് വിളിക്കട്ടെ, എന്തായാലും വിഷ് ചെയ്യുന്നു. ആ ഓക്കെ, അപ്പൊ ശരി കേട്ടോ, താങ്ക് യു. എല്ലാവരും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇവൻ ഹരി ആയാലും ജയകൃഷ്ണൻ, ഹരി, ഇപ്പൊ യുവ, 3 പേരും എല്ലാവരും. അപ്പം ഒരാൾക്ക് മാത്രം ഞാൻ കൊടുക്കത്തില്ല. ഓക്കെ ശരി. അങ്ങനെയാണ് അടുത്തത്. ബിഗ് ബോസിൽ അതിഥിയായി പോയെങ്കിലും ഇനി ഒരിക്കലും ഒരു മത്സരാർത്ഥിയായി പോകണമെന്ന് ആഗ്രഹമുണ്ട്. കറക്റ്റ് ചോദ്യം അതുമായിട്ട് വന്നപ്പോ ഇതാ വന്നിരിക്കുന്നത്. അപ്പൊ ആഗ്രഹം ശരിക്കും ഉണ്ടോ? ഇല്ല. ഇല്ല? ആ എന്ത് പറ്റി? എനിക്ക് ആഗ്രഹം ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ എങ്ങനെ എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ അതൊരു പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇതിലേക്ക് വരണം എന്നുള്ളത് താല്പര്യമില്ല. കാരണം മൊത്തത്തിൽ മീൻസ് നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെന്നൊരാള് കറക്റ്റ് ആയിട്ട് എങ്ങനെയാന്നുള്ളതിലേക്കാണ് വരുന്നത്. പക്ഷെ അത് നമുക്കറിയാം നമ്മുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. പക്ഷെ എനിക്ക് അതൊരു മത്സരിക്കുക എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം എന്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കേറിയിട്ടില്ല ഇതുവരെ. ഓക്കെ, ഫോൺ അടിക്കണ്ടോ? ചേട്ടൻ വിളിക്കുന്നു. ഏത് ചേട്ടനാ? ചേട്ടൻ. എടുത്തോ എടുത്തോ. ഹലോ. ആ ചേട്ടാ, സ്പീക്കറിലിടൂ എന്നൊരു ചോദിക്കുന്നുണ്ട്. ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക. ഇവര് മൈൽ സ്റ്റോൺ മീഡിയയിൽ നിന്ന് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം അല്ല, എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞാണ്. പിന്നെ ഞാൻ പറഞ്ഞു വേറെ ഹരിക്ക് കൊടുക്കുക പ്രാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പോഴുള്ള ഒരു വർക്കിന് ഇതിന് വേണ്ടി തന്നെ യുവചേട്ടൻ എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അടുപ്പുള്ള എന്നുള്ള രീതിയിൽ അയ്യോ, ഇവരും എൻ്റെ അടുത്ത് പറഞ്ഞത് കംപ്ലീറ്റ് കേൾക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാല് അവരെന്ത് സിറ്റുവേഷൻ അല്ലാത്ത സമയത്ത് വിളിച്ചുകൊണ്ട് എന്തപ്പം പ്രശ്നം, എന്തപ്പം പറയണ്ട അവരെടുത്ത്? അതില്ല, ഇവര് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് വിളിച്ചു, അങ്ങനെയാണ്. സോറി പറഞ്ഞോ? ബുദ്ധിമുട്ടായെങ്കിൽ സോറി പറയാം. ഓക്കെ ഓക്കെ, സോറി. ഇവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. സോറി. അയ്യോ രക്ഷ, ഇത് രക്ഷനെ തിരിച്ച് പ്രാങ്ക് ചെയ്തതാ യുവ വിളിച്ച്. സ്പീക്കറിലിട്ടോ, തിരിച്ച് പ്രാങ്ക് ചെയ്തതാ. അതെ, പാവ എന്താണ് യുവ. ഇല്ല, ഞാനേ ഇല്ലില്ല, ഞാന് പെട്ടെന്ന് കാരണം ആ ചേട്ടൻ അങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര തമാശയായിട്ട് എപ്പോഴും സംസാരിക്കാറ്. അപ്പൊ പെട്ടെന്ന് ചേട്ടൻ സീരിയസ് ആയപ്പോ ഞാൻ വിശ്വസിച്ചു, സത്യം പറയുകയാണെങ്കിൽ. സീരിയസ്ലി ചേട്ടാ ഞാൻ വിശ്വസിച്ചു കേട്ടോ. കാരണം ഞാന് കാരണം ഈ ചേട്ടന്റെ ഇങ്ങനത്തെ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ലൊക്കേഷനിലായാലും ഭയങ്കര തമാശയായിട്ടും ഭയങ്കര ഇതായിട്ട് പോകുന്ന ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മുഖം കണ്ടപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആവുന്നതാണെങ്കിൽ നമുക്ക്
അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ ആവില്ലെന്നുള്ള ഉറപ്പുകൊണ്ടാണ് ചേട്ടനെ ഞാൻ വിളിക്കാന്നുള്ളത്. ഇല്ല, ഇത് മൊത്തത്തിൽ പ്ലാൻ ആണ്. രക്ഷ വിളിക്കും എന്നുള്ള കാര്യം യുവയ്ക്കും അറിയാമായിരുന്നു. യുവ വിളിക്കും എന്നുള്ളത് രക്ഷയ്ക്ക് അല്ല, യുവ ഇതെല്ലാം ഫുൾ പ്രാങ്ക് ആണ്. യുവയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചതായിരുന്നു. ശാന്തനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നീ അവനെ ഒന്ന് പ്രത്യേകിച്ച് ശാന്തനു ഹോസ്പിറ്റൽ കേസ് പറഞ്ഞപ്പോ ഞാൻ ആകെ ടെൻഷനായി. ആണോ? എല്ലാത്തിനും കാരണം ഈ ശാന്തനുമാണ്. ശാന്തനു മോനെ ആ നിഷ്കളങ്ക മുഖം ഒന്ന് കാണിച്ച്. ഇവൻ എന്നോട് വിളിക്കുമ്പോ എങ്ങനെ സംസാരിക്കും? ഹലോ ചേച്ചി, ചേച്ചി എപ്പോഴാ ഫ്രീ? ശാന്തനു ഒപ്പിച്ച പണി. പാവം രക്ഷ ഇപ്പൊ കരഞ്ഞേനെ. ഞാൻ പേടിച്ചു കേട്ടോ. കാരണം എന്താ അറിയോ, ഞാന് ചേട്ടനെ വിശ്വസിക്കാൻ കാരണം ചേട്ടന് അങ്ങനെ ഒരു ഇങ്ങനെ ഇതുവരെ ബിഹേവ് ചെയ്യാത്ത ഒരാളാ. ഇങ്ങനെയല്ല, എപ്പോഴും തമാശയായിട്ട് പറയുന്ന ഒരാള് പെട്ടെന്ന് സീരിയസ് ആയി. ഞാൻ അന്തർമുഖനോ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ കേൾക്കുമ്പോ ഞാൻ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണെന്ന്. ഭയങ്കര പെട്ടെന്ന് എനിക്ക് ടെൻഷൻ ആയിട്ടോ. സീരിയസ്ലി സീരിയസ് ആയിട്ട് നീ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? അതാണ് പ്രശ്നം. ഫസ്റ്റ് ചേട്ടന്റെ സീരിയസ്നെസ് പറയണ്ട. നീ കരഞ്ഞോ? നീ കൂടുതൽ ഡയലോഗ് അടിക്കണം. നീ കരഞ്ഞോ? ഇല്ല, കരഞ്ഞിട്ടില്ല. പോവായിരുന്നു. കരഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസിലും കണ്ണീന്ന് വെള്ളം വന്നല്ലേ? ഇല്ല, കണ്ണിന്ന് വെള്ളം വന്നിട്ടില്ല. കണ്ണ് നിറഞ്ഞു. കരയാൻ പോവായിരുന്നു. സങ്കടം വന്നു. പാവം. അല്ല, എനിക്ക് സങ്കടം വന്നു. ക്ലോസപ്പ് ഷോട്ട് രക്ഷയുടെ ഇടാൻ മറക്കല്ലേ? ഇല്ലില്ല, മറക്കില്ല. അല്ല, ഞാന് ടെൻഷൻ വെച്ച് ഒരു ഹോസ്പിറ്റൽ കേസിൽ വിളിച്ചിട്ട് എന്താന്ന് അറിയാതെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ ചേട്ടന് എന്താ ഞാൻ വിശ്വസിക്കാൻ കാരണം ചേട്ടൻ ഇപ്പം നമ്മൾ ഈ ഒരു ഇത് ചെയ്തപ്പോ പ്രാങ്ക് ചെയ്തപ്പോ ആ ചേട്ടൻ അവിടെ നിന്ന് ചേച്ചി ഇങ്ങനെ സംസാരിച്ചപ്പോ ആള് ആന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓ അത് ശരി, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടൻ അന്നപ്പോ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നി ചെറുതായിട്ട്. അതൊക്കെ ആക്ട് ചെയ്തതാണ്. യുവയ്ക്ക് എല്ലാം അറിയാമായിരുന്നു. രക്ഷ വിളിക്കും എന്നുള്ള കാര്യം യുവയ്ക്ക് ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശ പറയാറുണ്ട്. പക്ഷെ ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാരമില്ല, ഇനി നമുക്ക് ഇതെല്ലാം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ബൈ. ഞാൻ ലൊക്കേഷൻ കാണും, ബാക്കി തന്നോളാം. ബൈ. ശരി, ഓക്കെ. ശരി, താങ്ക് യു യുവ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? അന്നും രക്ഷ വീട്ടിലിരുന്നാലും മൈൽ സ്റ്റോണിൽ നിന്ന് അപ്സര ത്രൂ പ്രാങ്ക് ചെയ്യിപ്പിച്ചു. ഇന്ന് രക്ഷൻ ഇവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോഴും രക്ഷയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അത് ചാൻസ് കുറവാണ്. കാരണം എന്നാലും കാരണം അതിന്റെ തൊട്ട് മുമ്പേ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞ രക്ഷ ഞങ്ങൾക്ക് രക്ഷ എന്ന കാരണം ഈ ഒരു ക്യാരക്ടറിൽ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. സാറ് വന്നിട്ട് ആ ഷൂട്ടിന്റെ ഇടയിൽ ഇടയ്ക്ക് വന്ന് പറയാറുള്ള ഞങ്ങളെ ഭാഗ്യമാണ്. കാരണം എല്ലാം കൊണ്ടും ആൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം ഞാനും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, അവർക്കുള്ള ഔട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷം എപ്പോഴും ആള് ചിലത് സീൻ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, രക്ഷ ഭയങ്കര രസമായിരുന്നു അഭിനയിച്ച്, ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൊഡ്യൂസർ അങ്ങനെ ഒരിക്കലും വേറെ തീരുമാനം എടുക്കില്ല എനിക്ക് അറിയായിരുന്നു. പക്ഷെ അപ്സര പറഞ്ഞപ്പോ എനിക്ക് ചാൻസ് അവളെ പറ്റിച്ചാണോ ആരോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. കാരണം അപ്സര വിളിച്ച് പറഞ്ഞല്ലോ ജാനകിയിലെ ക്യാരക്ടർ ഇനി മുതൽ അപ്സര ചെയ്യണം. സീരിയസ്ലി നമ്മൾ മാറ്റാൻ പോണു. ഇനി ജാനകിയായിട്ട് എനിക്ക് നല്ല പണി കിട്ടി. എവിടെ ഇരുന്നാലും പണിയോട് പണിയാണ്. സീരിയസ്ലി ഞാൻ ശരിക്കും പ്രാങ്ക് ആയി. പാവൻ രക്ഷ സങ്കടം വന്നിട്ട് ഇങ്ങനെ ഇമോഷണൽ നിന്നിട്ട് സങ്കടം നമുക്ക് ഫീൽ ചെയ്യാം. കരയാൻ പോവായിരുന്നു. അപ്പൂസ് എത്രയ്ക്കൊന്നും ദുഷ്ടത്തരം പാടില്ല പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അടിച്ചെടുക്കുക അത് തന്നെ. സാരമില്ല, ഒരു 2 minutes ഒന്ന് റിലാക്സ് ചെയ്യും. ഒന്ന് കൂളായിട്ട് ചെയ്യാം ബാക്കി. ഓക്കെ. സിനിമയിലും സീരിയലിലും തുടക്കം കുറിക്കുന്ന സമയത്ത് അനാവശ്യ ഫോൺ കോളുകൾ രക്ഷയെ തേടി എത്തിയിട്ടുണ്ട്? ഇല്ല. ഓക്കെ. ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും മോശമായിട്ട് ഇല്ല. കോളിലൂടെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ അവരെന്തായാലും അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മള് കോണ്ടാക്ട് ചെയ്ത ആളെ എടുത്തായിരിക്കും സംസാരിക്കാം. അപ്പൊ നമ്മള് എങ്ങനെയാ അതിന് എന്തായാലും അവർ പറയല്ലോ നമ്മൾ ഇങ്ങനത്തെ ചെയ്യും അങ്ങനെയാന്നുള്ളത്. പക്ഷെ അങ്ങനെ ഫോണിലൂടെ വിളിച്ചിട്ടൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ അടുത്ത ടാസ്കിലേക്ക് പോവാം. ഞാൻ വെച്ച് വേറെ കോളൊന്നും. ചോദ്യം: സ്വന്തം സ്വഭാവത്തിലെ 3 ചീത്ത ബാഡ് ക്വാളിറ്റീസ് പറയുക. ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനേ ഒരാള് ഭയങ്കര ഒരു സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സംസാരിച്ച് നമ്മളെ അടുത്ത് നന്നായിട്ട് നിൽക്കുകയാണ്. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഇങ്ങനെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തല്ലേ ഈ ഒരു നിലയിൽ എത്താൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ ഞാൻ അവരെ വിശ്വസിക്കും. അവരെ വിശ്വസിച്ചിട്ട് അവരെ വേഗം ചേർത്ത് പിടിക്കും.
എന്നിട്ടോ എനിക്ക് തിരിച്ച് പണി എന്താ വെച്ചാൽ അവര് നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് വിശ്വസിച്ച ഒരാള് കുറച്ച് കഴിയുമ്പോൾ നമുക്കിട്ട് എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോഴാണ് മനസ്സിലാക്കുക ഞാൻ വിശ്വസിച്ച ആളോ അല്ലെങ്കിൽ ഇവര് അങ്ങനെയല്ല അവരെ എന്നുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കുകയായിരുന്നു. അപ്പൊ അത് എനിക്കൊരു എന്റെ ഒരു ചീത്ത ആയിട്ടൊരു ക്യാരക്ടറായിട്ട് എന്റെ ഒരു ഇത് മാറ്റണം എന്ന് തോന്നിയൊരു സംഭവമായിരുന്നു. ഇതിപ്പം കുറെ മാറ്റിയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ മാറ്റാനുണ്ട്. കാരണം ഈ ഡേറ്റ് ഒരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് മാറ്റി എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നായിരുന്നു. പക്ഷെ അതും കൂടെ ആയപ്പോ ഞാൻ മാറ്റിയിട്ടില്ല. അടുത്ത 2 കൂടെ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് തോന്നും ഇടയ്ക്ക്, പെട്ടെന്ന് ഫീൽ ആവും. പക്ഷെ ഞാനാണ് ഇപ്പൊ എല്ലാം ചെയ്ത് തീർക്കണ്ടല്ലോ, ഇവർക്ക് ഞാനാണ് ധൈര്യം കൊടുക്കുക. ആ സമയത്ത് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കില്ല. പക്ഷെ എന്റേതായുള്ള പേഴ്സണൽ കാര്യത്തിലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള പെട്ടെന്ന് എനിക്ക് അങ്ങനെയുള്ളപ്പോ സെൻസിറ്റീവ് ആണ്. അപ്പൊ അതൊന്നും ഇതാവണം, കുറച്ചുകൂടെ സ്ട്രോങ് ആവണം. മൂന്നാമത്തേത് ഇങ്ങനെ മൂന്നാമത്തെ എല്ലാരും വിചാരിക്കും എനിക്ക് തീരെ നെഗറ്റീവ് ഇല്ല. ഉണ്ട്, പക്ഷെ ഞാൻ ഏതാന്നുള്ളത് കൺഫ്യൂഷൻ ആണ്. അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ, എന്താണ് അമ്മ മോളുടെ ഒരു നെഗറ്റീവ്? അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല, അമ്മയ്ക്കെല്ലാം ഞാൻ പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങള് ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കാറുണ്ട്. ആ കൺഫ്യൂഷൻ ആയിട്ടുള്ള സംഭവത്തൊന്ന് മാറ്റണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് ഞാനത് പെട്ടെന്ന് എടുത്ത് തീരുമാനിക്കാനുള്ളത് ഞാൻ കുറച്ച് ഇങ്ങനെ കുറെ ആലോചിക്കുക. അല്ലെങ്കിൽ എന്റെ ഇപ്പം അർക്കജിനാണെങ്കിൽ ബുദ്ധിമുട്ടിക്കും, അതേത് എനിക്ക് ഭയങ്കര ഇതുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഡിസിഷൻ മേക്കിംഗ് സ്വന്തമായിട്ട് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം അത് ഞാൻ ഇപ്പൊ കൊറേ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഭയങ്കര വീക്കായിരുന്നു ആ കാര്യത്തില്. എന്റെ ഫാമിലിന്റെ കാര്യത്തിൽ എടുക്കാറുണ്ട്. ഈവൻ എനിക്ക് പേഴ്സണലി ഒരു കാര്യം വരുന്ന സമയത്ത് അല്ലാതെ ഞാൻ ചെയ്യണോ മറ്റേതാ മറിച്ചെന്നുള്ള. കാരണം ഈ സാന്ത്വനം തന്നെ സ്റ്റാർട്ടിങ് ഞാൻ വരണം എന്ന് വിചാരിച്ചില്ല. ഞാൻ അതിൽ എന്നെ വിളിച്ചപ്പോ തന്നെ എനിക്ക് വേണ്ടാന്നുള്ളായിരുന്നു നെഗറ്റീവ് ആയിട്ട് വന്നത്. എന്റെ മനസ്സിൽ എങ്ങനെ തോന്നിക്കായിരുന്നു ആ സമയത്ത്. അതും അന്ന് ഞാൻ എന്റെ കാരണം ഇവരെല്ലാം പൊട്ടച്ചിന്തയായിട്ട് വന്നതാണ്. കാരണം ഇവർ ഇത്രയും പേരും ഒരു ശ്യാമേട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിലുള്ള, ആ ചേട്ടനും ഒരു ജോത്സ്യനാണ് കേട്ടോ. ആളും കൂടെ പറഞ്ഞിട്ട് ആള് പോസിറ്റീവായിട്ട് നീ ഇത് ചെയ്തേ പറ്റുമെന്നുള്ള പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് അവരിന്ന് ആൾക്കാർ ഇതിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഇത് വിട്ടേനെ. അപ്പൊ ഇത് എന്റെ ലൈഫ് ടേണിംഗ് പോയിന്റ്. അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു ഇതായിരിക്കും. പിന്നെ അതെ, പിന്നെ പെട്ടെന്ന് ഇട്ടു ക്ഷമയില്ലാത്തത്. അതാണ് മീൻ, ക്ഷമയില്ലാത്ത സംഭവം. അത് ആദ്യം പറഞ്ഞല്ലോ, അർക്കച്ചിന് ഭയങ്കര പേഷ്യൻസ് ഉണ്ട്. എനിക്ക് ക്ഷമയില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യം കേൾക്കുമ്പോ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യുന്ന പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എന്റെ വീട്ടിൽ അല്ല അത് ശരി, അത് കുറച്ചുകൂടി ടൈം എടുത്തിട്ട് അതിന് ടൈം കൊടുക്കുക, അത് ആ സമയത്ത് മാറി വരും എന്നുള്ള ചിന്തയില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും, പെട്ടെന്ന് സങ്കടവും, പെട്ടെന്ന് ഞാൻ അത് പറയാം അത് ശരിയില്ല, അത് അങ്ങനെ വേണമെങ്കിൽ വേണ്ട, അത് വിട്ടേക്ക് എന്നുള്ള രീതിയിലൊക്കെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. അപ്പൊ അത് ക്ഷമയില്ലാത്തൊരു ക്യാരക്ടർ തന്നെയാണ്. കുറച്ചും കൂടെ നമ്മൾ പേഷ്യൻസ് ലെവലിൽ കുറച്ചും കൂടെ റെഡിയാക്കി എടുക്കണം. പക്ഷെ ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ആഫ്റ്റർ മാരേജ്. പിന്നെ പിന്നെ എനിക്ക് തോന്നി ചില കാര്യങ്ങളൊക്കെ അത് ചെറിയ മാറ്റം വന്നതിന് ഞാൻ തന്നെ ദൈവമേ, എനിക്ക് കോളൊക്കെ വിളിച്ച് എടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അതെടുത്തില്ലേ കുഴപ്പമില്ല എന്നുള്ള മട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു ക്ഷമയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അപ്പുവിന്റെ ഡൽഹിയിൽ നിന്നും രക്ഷയിലേക്ക് പോയി, രക്ഷയിൽ നിന്നും അപ്പുവിലേക്ക് എത്തി, അപ്പുവിൽ നിന്നും ജാനകിലേക്ക് എത്തിയ ഇപ്പത്തെ നമ്മുടെ എന്തായാലും ഈ രക്ഷയുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇപ്പൊ അറിഞ്ഞു. ഇത്രയും നാളും ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്റർവ്യൂ തന്നില്ല എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങ് മാറി. എനിക്ക് വിഷമം മാറി. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രാങ്ക് ചെയ്തത് അതെല്ലാം വെറും തമാശയായിട്ട് മാത്രം എടുക്കാം. എന്തായാലും യുവയ്ക്ക് അതെല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു. ആ ആൾക്ക് അല്ലെങ്കിലും അറിയായിരുന്നു, നമ്മള് ലൊക്കേഷനിലായാലും എന്തെങ്കിലുമൊക്കെ തമാശയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ കൂളായിട്ട് ഇരിക്കുക. ഞങ്ങൾ ഇനിയും വിളിക്കും, ഇനിയും ഞങ്ങളുടെ അടുത്തേക്ക് ഒരു വിളിക്കായിട്ട് കാത്തിരിക്കണം. ഞങ്ങൾ വിളിക്കുമ്പോൾ ഓടി എത്തിയേക്കണം കേട്ടോ. നല്ല എൻജോയ് ആയിരുന്നു, പ്രത്യേകിച്ച് രമ്യ ചേച്ചി ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര താങ്ക് യു ഫോർ യുവർ സ്വീറ്റ് വേർഡ്സ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ ഇനിയും വിളിക്കുമ്പോ ഓടി വന്നേക്കണം കേട്ടോ. അപ്പൊ സുഖമായിട്ടിരിക്കൂ, എൻജോയ് ചെയ്ത്. ജാനകിയും അപ്പുവ് ഇത്രയും നാളും ചെയ്തതിനെക്കാട്ടിലും നല്ല ഒരു ഡെപ്തിലുള്ള ക്യാരക്ടറിലേക്ക് ജാനകിയിലൂടെ ഇനി പ്ലേ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഞാനും വിചാരിക്കുന്നു, കാരണം എനിക്ക് ഓരോ ക്യാരക്ടറും ഇപ്പൊ ജാനകി ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, എനിക്ക് നെക്സ്റ്റ് വേറൊരു ടൈപ്പ് അങ്ങനെ ചെയ്ത് ഓരോ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്ന പോലെ നല്ല നല്ല ക്യാരക്ടർ എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്.
അപ്പൊ താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഇപ്പോഴും ഞാൻ ഒരു ഉദ്ഘാടനത്തിനായാലും ഓരോ സ്ഥലത്ത് പോയാലും കാണുന്ന ആൾക്കാർ വന്നിട്ട് നമ്മളിങ്ങനെ കൊഞ്ചിക്കും, ഇങ്ങനെ പിടിച്ചിട്ടാ കൊഞ്ചിക്കുക എന്നെ. അതൊക്കെ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന കുറെ അമ്മമാരുണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ ഇത്രയും സ്നേഹം കിട്ടിയത് അവരെ എന്നെ ഏറ്റെടുത്തുകൊണ്ടാണ്. അവരെ വീട്ടിലൊരു കുട്ടി പോലെ ഏറ്റെടുത്തു, സ്നേഹവും സപ്പോർട്ടും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ജാനകി എന്തായാലും ജാനകിയുടെ അബിയുടെ വീട് മറക്കാതെ കാണണം. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് നല്ല സ്റ്റോറിയാണ് ഈ വരാൻ പോകുന്നത്. മറക്കാതെ കാണണം. അപ്പൂന് തന്ന സ്നേഹവും സപ്പോർട്ടും ജാനകിക്കും തരണം. അതേപോലെ മൈൽ സ്റ്റോണിലെ എല്ലാ വ്യൂസിനും എന്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇത്രയും നാൾ എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചാണ്. ഇന്നലെ എനിക്കൊരു പണിയും തന്നു. പക്ഷെ കുഴപ്പമില്ല, മൈൽ സ്റ്റോണിലെ എല്ലാ ആൾക്കാരും, നമ്മളെ വിളിച്ച ആൾക്കാർക്കും നല്ല ഡീലിംഗ് ആയിരുന്നു. അവരെ ആ ഒരു നല്ലൊരു നമ്മളെ അടുത്ത് കോൾ ചെയ്ത രീതി കേട്ടിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇവിടേക്ക് വരാൻ കാരണം. അപ്പം എന്തായാലും മൈൽ സ്റ്റോൺ അടിപൊളിയായിട്ട് വരട്ടെ. എനിക്ക് ഒരുപാട് ഇന്റർവ്യൂ ഇനി ചെയ്യാൻ പറ്റട്ടെ അല്ലേ? അതെ ഇനി ഞങ്ങൾ മൈൽ സ്റ്റോണിൽ അപ്പോ നമുക്ക് ഡോർ തുറന്നിരിക്കുകയാണ്. അപ്പൊ ഇനി വിളിച്ചോണ്ടേ ഇരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.